മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യവുമായി ജനസേവാ ശിശുഭവൻ. വില കൊടുത്തു വാങ്ങിയ സ്വന്തം കിടപ്പാടത്തിന്റെ അവകാശം നഷ്ടപ്പെടുമെന്ന ഭീഷണിയിൽ കഴിയുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ജനസേവാ ശിശുഭവൻ പ്രവർത്തകർ എത്തി. മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളിമുറ്റത്ത് പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം 31 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു ശാശ്വത പരിഹാരം കാണുവാൻ സർക്കാരിനായിട്ടില്ല എന്നത് ദുഃഖകരമാണെന്ന് ജനസേവാ ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു. നമ്മുടെ അവകാശങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള അവകാശങ്ങളാണ്. നമ്മുടെ നീതി നടപ്പിലാക്കണം. നമ്മുടെ നീതി എന്താണ്? നമുക്ക് ജീവിക്കണം. നമ്മുടെ സ്വത്ത്, നമുക്ക് കിട്ടിയ സമ്പത്ത് അത് അനാധീനമായി കളയാൻ പറ്റില്ല. അവിടെ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക. നീതിയുടെ കൂടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും വരണം. അതാണുള്ള സംഭവം. എനിക്ക് ശരിക്കും പ്രസംഗിക്കാൻ അറിയാൻ പറ്റില്ല, എന്നാലും വാക്കുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഒരു ഓമന പേര് ചില ആളുകൾ വിളിക്കുന്നുണ്ട്, ഡബിൾ ചങ്കൻ എന്നൊക്കെ. ഒരു ഡബിൾ ചങ്കൻ എന്ന് പറയുന്ന ഓമൻ പേര് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് എന്തായിരിക്കണം? ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഡബിൾ ചങ്കൻ പേര് കൊടുക്കുന്നത്? ഇപ്പോൾ ഈ സമരം ചെയ്തിട്ട് ഇതുവരെ അദ്ദേഹം അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ 600 ചില കുടുംബങ്ങൾ ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. ഇവിടെ വന്ന് സമരപന്തലിൽ വന്ന് ഒരു മിനിറ്റ് ഇവിടെ വന്ന് ഒരു ആശംസ പോലെ എന്തെങ്കിലും കൊടുത്താൽ അപ്പോൾ പറയായിരുന്നു ഡബിൾ ചങ്കനാണെന്ന്. തെരുവിലെ യാതനകളിൽ നിന്ന് നൂറുകണക്കിന് ബാല്യങ്ങളെ രക്ഷിച്ച ജനസേവയ്ക്ക് സ്വന്തം കിടപ്പാടം ഉപേക്ഷിച്ച തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു ജനതയുടെ മാനസികാവസ്ഥ മറ്റാരേക്കാളും മനസ്സിലാകുന്നുണ്ടെന്നും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ ജനസേവാ ശിശുഭവൻ ടീം ഒന്നടങ്കം സമരസമിതിക്കൊപ്പം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ പറഞ്ഞു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നതനുസരിച്ച് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വഖഫിന്റേതെന്ന് അവകാശപ്പെടുന്ന നിരവധി ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ വിചിത്രമായ ഒരു നിയമം, നമ്മൾ സാധാരണ വസ്തു വാങ്ങുമ്പോഴോ വസ്തു വിൽക്കുമ്പോഴോ ആ വസ്തുവിന്റെ കരുതീർത്ത രസീത്, കുടിക്കിട സർട്ടിഫിക്കറ്റ്, അങ്ങനെ വേണ്ട എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമാണ് വസ്തു വാങ്ങിയത്. മുനമ്പത്തുള്ള മനുഷ്യരും ഈ വസ്തു വാങ്ങിയത് സകല ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന മുഴുവൻ രേഖകളും നോക്കിയിട്ട് വാങ്ങിയതാണ്. ആ രേഖകളിലെല്ലാം തന്നെ ഈ വസ്തു വഖഫിന്റേതാണെന്നുള്ളതിന്റെ യാതൊരു സൂചനയുമില്ല. ജനസേവാ ഭാരവാഹികളായ ചിന്നൻടി പൈനടത്ത്, ജോബി തോമസ്, ജാവൻ ചാക്കോ, ഗഫൂർ അളമന, ആസിസ് അൽബാബ, സാബു പരിയാരത്ത്, എ ഗോപകുമാർ, മണിയപ്പൻ ചെറായി, ജോൺസൺ കോയിത്തറ തുടങ്ങിയവർ ഐക്യദാർഢ്യ സമരത്തിന് നേതൃത്വം നൽകി. Bobby Chamanur International Jeweler.